അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഈ പറയുന്ന അഫാൻ്റെ ജയിൽ സൂപ്രണ്ട്, പൂജപ്പുര ജയിൽ സൂപ്രണ്ട് എസ് സജീവ് ഈ മെഡിക്കൽ ബോർഡുമായൊരു മീറ്റിംഗ് നടത്തിയിരുന്നു, ഡോക്ടേഴ്സുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ അവർ പറഞ്ഞത് ഒരു 70% ഇക്കാര്യത്തിലെ സാധ്യത, ഇങ്ങനെ അതായത് 30% സാധ്യത ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള സാധ്യത 30%. അത് തന്നെ ദീർഘകാലം കിടക്കേണ്ടി വരും. 30% സാധ്യത അവർ പറയാനുള്ള കാരണം, ഒന്ന് ഇയാളുടെ പ്രായം വളരെ അനുകൂല ഘടകമാണ്. ഇത്രയും ചെറിയ പ്രായമുള്ള ഒരാൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കാം എന്നാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരിക്കുന്നത്. 2, ഇയാളുടെ ആരോഗ്യ അവസ്ഥ, ഇയാൾക്ക് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങൾ യാതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ മൂലം ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യത 50-50 ആണ്. ഹൃദയാഘാതം സംഭവിക്കുകയാണെങ്കിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവും. അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകളിൽ നിൽക്കുന്നവർക്ക് ന്യൂമോണിയ, അതുപോലെ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഇയാളുടെ ആരോഗ്യസ്ഥിതി വെച്ച് 50% മാത്രമാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ.